ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോർണിംഗ് ചലഞ്ചിന്റെ മറ്റൊരു ക്ലാസ് ആണ് കാണാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: അറിവും അനുഭവവും നേടുന്ന മാനസിക പ്രക്രിയ. അറിവ് നോളജ്, ഓക്കെ, അനുഭവം എക്സ്പീരിയൻസ്. അപ്പൊ നോളജ് ആവട്ടെ, എക്സ്പീരിയൻസ് അനുഭവമാകട്ടെ, ഇത് രണ്ടും എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാ? പഠനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അറിവും അനുഭവവും നേടുന്ന മാനസിക പ്രക്രിയ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ മാനസിക പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെയാണ്. ഓക്കെ, അതായത് നമ്മൾ സ്വീകരിക്കുക, നമ്മുടെ പിയാഷയുടെ സ്കീമ, അഡാപ്റ്റേഷൻ, അക്കോമഡേഷൻ, എക്വിലിബ്രിയം, ഇതൊക്കെ ഓരോ അവസ്ഥകളാണ്. ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ നോളജിനെ സ്വീകരിക്കാൻ അദ്ദേഹം കൊണ്ടുവന്ന ആശയങ്ങളാണ്. ഇതുപോലെ തന്നെ നമ്മുടെ മാനസിക പ്രക്രിയകൾ പലതുണ്ട്, ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ പലതുണ്ട്. അതാണ് മാനസിക പ്രക്രിയ എന്ന് പറയുന്നത്, മെന്റൽ പ്രോസസ് എന്ന് പറയുന്നത്. മെന്റൽ എന്ന് ഒരിക്കലും ഇങ്ങനെ എടുക്കരുത്, ഇങ്ങനെ എടുക്കാവുള്ളൂ. ഓക്കെ, നമ്മുടെ പഠനത്തിൽ, അതായത് LP എക്സാം വരെ. അപ്പോൾ അറിവും അനുഭവവും നേടുന്ന മാനസിക പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? പഠനം എന്ന് പറയുന്നത്. എന്താണ് പഠനം എന്ന് പറയുന്നത്? സ്വന്തം പരിസ്ഥിതിയുമായി ഹൃദ്യമായ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി വ്യക്തി സ്വന്തം വ്യവഹാരത്തെ പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയ. സ്വന്തം പരിസ്ഥിതിയുമായി ഹൃദ്യമായ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഹാർമണി ബിറ്റ്വീൻ ദ പേഴ്സൺ ആൻഡ് ഹിസ് എൻവയോൺമെന്റ്. നമ്മുടെ എൻവയോൺമെന്റുമായി നമ്മൾ ഹൃദ്യമായ ഒരു ബന്ധം സ്ഥാപിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സമായോജനം അഥവാ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നു. സമായോജനം. ഒരു വ്യക്തി തന്റെ പരിസ്ഥിതിയുമായി ഹൃദ്യമായ ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി വ്യക്തി സ്വന്തം വ്യവഹാരത്തെ പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണ് സമായോജനം. ഈ സമായോജനത്തിന് അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് പറയുക കേട്ടോ. അഡ്ജസ്റ്റ്മെന്റ്, സമായോജനം അഥവാ അഡ്ജസ്റ്റ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ: അബോധ മനസ്സിനെ പഠിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രം എന്താണ്? അബോധ മനസ്സ്, നമുക്ക് എത്ര മനസ്സുണ്ട്? ഇത് ബോധ മനസ്സ്, ഇത് ഉപബോധ മനസ്സ്. ഈ കാണുന്നതാണ് അബോധ മനസ്സ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഭാഗം അല്ലെ, മനസ്സിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് അബോധ മനസ്സ്. അബോധ മനസ്സിനെ പഠിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രം ഏതാണെന്ന് ചോദിച്ചാൽ പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. ഓക്കെ, പ്രൊജക്റ്റീവ് ടെക്നിക്കുകളാണ്. പ്രൊജക്റ്റീവ് പ്രക്ഷേപണ രീതി അഥവാ പ്രൊജക്റ്റീവ് ടെക്നിക്. പ്രൊജക്റ്റീവ് ടെക്നിക് അഥവാ പ്രക്ഷേപണ, അബോധ മനസ്സിനെ പഠിക്കാൻ ഉപയോഗിക്കുന്നതാണ് പ്രക്ഷേപണ രീതി അഥവാ പ്രക്ഷേപണ തന്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, അബോധ മനസ്സ്, മനുഷ്യ മനസ്സ് മൂന്നെണ്ണമുണ്ട്: ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നിയന്ത്രിക്കുന്നത് അബോധ മനസ്സാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ അബോധ മനസ്സിനെ കുറിച്ചുള്ള പഠനം നമുക്ക് നിരീക്ഷണങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള രീതികളിലൂടെയോ സാധ്യമല്ല. അതിന് പ്രൊജക്റ്റീവ് രീതി തന്നെ അനിവാര്യമാണ്. അപ്പൊ ആ പ്രക്ഷേപണ രീതി അഥവാ പ്രൊജക്റ്റീവ് രീതിയാണ് അബോധ മനസ്സിനെ പഠിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത്. ഒരുപോലെ അഭിലഷണീയമായ രണ്ട് ലക്ഷ്യങ്ങളിൽ ഒന്ന് തെരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന മാനസിക സംഘർഷം എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, അടുത്ത പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഈ രണ്ട് കാര്യങ്ങളിൽ ഏത് വേണം? അതായത് നമുക്ക് രണ്ട് ബ്രദേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. മൂത്തയാള് നമ്മളോട് പറഞ്ഞു, നീ എന്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ നിന്നെ സിനിമ കാണിക്കാം എന്ന് പറയുകയാണ്. ഓക്കെ, ഫൈൻ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ കാണാൻ, ഒരു ലെഷറാണ് അല്ലെ, മനസ്സിനൊരു എന്റർടൈൻമെന്റ് ആണ്. ഇനി അടുത്ത ആള് വന്ന് നമ്മളോട് പറയാണ്, നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ നിനക്ക് ബിരിയാണിയും വാങ്ങിച്ചു തരാം, കൂടാതെ ഒരു ചുരിദാറും അല്ലെ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു തരാം എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പൊ രണ്ടുപേരുടെ കൂടെ പോയാലും എനിക്ക് പോസിറ്റീവ് ആയിട്ടില്ല. മൂത്തയാളുടെ കൂടെ പോയാൽ എങ്ങനെ പോലും പോപ്കോണും കഴിക്കാം, ഐസ്ക്രീമും കഴിക്കാം, സിനിമയും കാണാം. രണ്ടാമത്തെ ആളുടെ കൂടെ ഞാൻ പോയാൽ എനിക്ക് ബിരിയാണിയും കിട്ടും, എനിക്ക് ചുരിദാറും കിട്ടും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിൽ ഏത് ഞാൻ തെരഞ്ഞെടുക്കണം? ഇവനെ ഒഴിവാക്കണോ അല്ല ഇതിൽ ഏതാണ് ഞാൻ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് നമുക്ക് തോന്നുന്ന ഒരു സംഘർഷമുണ്ടല്ലോ. അതിനെയാണ് സമീപന അഥവാ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് അഥവാ സമീപന സംഘർഷം എന്ന് പറയുന്നു. സമീപന സംഘർഷം അഥവാ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ നോക്കാം. അറിവും അനുഭവവും നേടുന്ന മാനസിക പ്രക്രിയയാണ് പഠനം എന്ന് പറയുന്നത്. സ്വന്തം പരിസ്ഥിതിയുമായി ഹൃദ്യമായ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി വ്യക്തി സ്വന്തം വ്യവഹാരത്തെ പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണ് സമായോജനം അഥവാ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അബോധ മനസ്സിനെ പഠിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രമാണ് പ്രക്ഷേപണ രീതി എന്ന് പറയുന്നത്.
ഒരുപോലെ അഭിലഷണീയമായ 2 ലക്ഷ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷമാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് അഥവാ സമീപന സംഘർഷം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വ്യക്തിത്വ ഘടന 3 വ്യവസ്ഥകൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതായത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വ ഘടന എന്ന് പറയുന്നത് വ്യക്തിത്വ ഘടനയാണ് കേട്ടോ. വ്യക്തിത്വ ഘടന 3 വ്യവസ്ഥകൾ ചേർന്നുണ്ടായതാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം വ്യക്തിത്വത്തിന് 3 തലങ്ങൾ നമ്മൾ, അല്ലെങ്കിൽ മനസ്സിന്റെ 3 തലങ്ങളാണ് ബോധതലം, ഉപബോധതലം, അബോധതലം. അതുപോലെ തന്നെ വ്യക്തിത്വ ഘടന എന്ന് പറയുന്നത് 3 വ്യവസ്ഥകൾ ചേർന്നതാണ്. അത് ഏതൊക്കെയാണ്? ഇതുണ്ട്, ഈഗോയുണ്ട്, സൂപ്പർ ഈഗോയുണ്ട്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്നു. ഇതെന്ന് പറയുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ, ആനന്ദ തത്വം. ഈഗോ എന്ന് പറയുന്നത് യാഥാർത്ഥ്യ തത്വം. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് സാൻമാർഗിക തത്വം എന്നൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ ആണല്ലോ. 3 വ്യവസ്ഥകൾ ചേർന്ന് ഉണ്ടായതാണ്. മറവിയെ കുറിച്ച് ധാരാളം പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ആര്? മറവിയെ കുറിച്ച് ധാരാളം പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞനാണ് എബ്ബിംഗ്ഹോസ്. ഓക്കെ, മറവിയെ കുറിച്ച് പഠനം നടത്തിയ വ്യക്തിയാണ് എബ്ബിംഗ്ഹോസ് എന്ന് അറിയപ്പെടുന്നത്. പഠിച്ചു വയ്ക്കുക. മറവിയെ കുറിച്ച് ധാരാളം പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞനാണ് എബ്ബിംഗ്ഹോസ്. അടുത്തത്, എല്ലാ വൈജ്ഞാനിക പ്രക്രിയകളുടെയും അടിസ്ഥാനം എന്താണ്? എല്ലാ വൈജ്ഞാനിക പ്രക്രിയ എന്താണ്? കൊഗ്നിറ്റീവ് പ്രോസസ്സാണ്. കൊഗ്നിറ്റീവ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? നമ്മുടെ ബ്രെയിന്റെ പ്രോസസ്സുമായിട്ടാണ് കൊഗ്നിറ്റീവ് പ്രോസസ്സിംഗ് നിലനിൽക്കുന്നത്, അല്ലെ? അപ്പൊ എന്തുമായിട്ട്? എല്ലാ വൈജ്ഞാനിക പ്രക്രിയകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ബുദ്ധിയാണ്. ഓക്കെ, എല്ലാ വൈജ്ഞാനിക പ്രക്രിയകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്റലിജൻസ് അഥവാ ബുദ്ധിയാണ് എന്ന് പറയാം. മസ്തിഷ്കോച്ചാടനം എന്നും മസ്തിഷ്കോദ്ദീപനം എന്നും എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓക്കെ, ഈ മസ്തിഷ്കോദ്ദീപനം അഥവാ മസ്തിഷ്കോച്ചാടനം, ആ ടേം എന്താ? ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് കേട്ടോ. ബ്രെയിൻ സ്റ്റോമിംഗ്. ഓക്കെ, ബ്രെയിൻ സ്റ്റോമിംഗ് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. ഇനി എന്താണ് ഈ ബ്രെയിൻ സ്റ്റോമിംഗ്? അതായത് നമ്മുടെ ക്ലാസ് മുറിയിൽ ടീച്ചർ ഒരു പ്രശ്നം തന്നു. ആ പ്രശ്നത്തിന് നമ്മൾ ഒരു 3 പേര് ചേർന്ന്, അല്ലെ ഒരു 4 പേര്, അല്ലെ ഒരു 5 പേര് ചേർന്നിരുന്ന് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുകയാണെങ്കിൽ അതിനെ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയാം. പ്രശ്ന നിർദ്ധാരണത്തിന്, അവിടെ എഴുതി വെക്കണേ, പ്രശ്ന നിർദ്ധാരണത്തിനുള്ള സംഘപ്രവർത്തനമാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സംഘപ്രവർത്തനത്തെയാണ് ബ്രെയിൻ സ്റ്റോമിംഗ് അഥവാ മസ്തിഷ്കോച്ചാടനം അഥവാ മസ്തിഷ്കോദ്ദീപനം എന്ന് പറയുന്നത്. ഓക്കെ, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള സംഘപ്രവർത്തനം. ഇത് എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ സർഗപരത അഥവാ ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട ആശയമാണ് മസ്തിഷ്കോദ്ദീപനം എന്ന് പറയുന്നത്. പ്രതിഭാശാലികളായ കുട്ടികളെ കുറിച്ച് വിശദമായ പഠനം നടത്തിയത് ആരാണ്? പ്രതിഭാശാലികളായ കുട്ടികളെ കുറിച്ച് പഠനം നടത്തിയത് ടെർമാൻ ആണ്. ഓക്കെ, ടെർമാൻ. ഓക്കെ, പ്രതിഭാശാലികളായ കുട്ടികളെ കുറിച്ച് പഠനം നടത്തിയത് ടെർമാൻ ആണ്. IQ 70-ൽ താഴെയുള്ളവർ എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? IQ 70-ൽ താഴെയുള്ളവർ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അല്ലെ? മാനസിക മാന്ദ്യമുള്ളവർ അഥവാ MR, മാനസിക മാന്ദ്യമുള്ളവർ. IQ 70-ൽ താഴെയുള്ളവർ ആരാണ്? മാനസിക മാന്ദ്യമുള്ളവരാണ്. IQ 70-ൽ താഴെയുള്ളവർ മാനസിക മാന്ദ്യമുള്ളവർ എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, പ്രതിഭാശാലികളായ കുട്ടികളെ കുറിച്ച് പഠനം നടത്തിയത് ടെർമാൻ ആണ്. IQ 70-ൽ താഴെയുള്ളവർ മാനസിക മാന്ദ്യമുള്ളവരാണെന്ന് കാണാം. മാനസിക മാന്ദ്യമുള്ള കുട്ടികൾക്ക് ചേരിതിരിവ് തോന്നാത്ത വിധം അവരെ മറ്റു കുട്ടികൾക്കൊപ്പം ഇരുത്തി പഠിപ്പിക്കുന്ന രീതിയാണ് സങ്കലിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എന്താണ്? സങ്കലിത ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, സങ്കലിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഓക്കെ, മാനസിക മാന്ദ്യമുള്ള കുട്ടികൾക്ക് മറ്റു ചേരിതിരിവുകളൊന്നും ഇല്ലാതെ സാധാരണ കുട്ടികളോടൊപ്പം മുഖ്യധാരാ വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാഭ്യാസ രീതിയാണ് സങ്കലിത വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. 1990-കളിലാണ് ഈ ആശയം നിലവിൽ വരുന്നത്. ആർതറുടെ പ്രകടനമാപിനി ഒരു ഡാഷ് ആണ്. ആർതറുടെ പ്രകടനമാപിനി ഇങ്ങനെ ചോദിക്കാറുണ്ട്. കേട്ടറ്റ് എക്സാമുകളിലും ചോദിക്കാറുണ്ട്, നമ്മുടെ മെയിൻ എക്സാമുകളിൽ LP UP എക്സാമുകളിൽ ചോദിക്കാറുണ്ട്. ആർതറുടെ പ്രകടനമാപിനി ഒരു ബുദ്ധിശോധകമാണ്. ആർതറുടെ പ്രകടനമാപിനി ഒരു ബുദ്ധിശോധകമാണ്. പഠിച്ചു വയ്ക്കണേ, ഒരു ബുദ്ധിശോധകം. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പഠിച്ചു പോകാം.
ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടെ വെക്കണേ. നമുക്കൊന്ന് പറഞ്ഞു നോക്കിയിട്ട് പോവാം. അറിവും അനുഭവവും നേടുന്ന മാനസിക പ്രക്രിയയ്ക്ക് പഠനം എന്ന് പറയാം. സ്വന്തം പരിസ്ഥിതിയുമായി ഹൃദ്യമായ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി വ്യക്തി സ്വന്തം വ്യവഹാരത്തെ പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണ് സമായോജനം അഥവാ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അബോധ മനസ്സിനെ പഠിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രമാണ് പ്രക്ഷേപണ രീതി എന്ന് പറയുന്നത്. ഒരുപോലെ അഭിലഷണീയമായ രണ്ട് ലക്ഷ്യങ്ങളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന മാനസിക സംഘർഷമാണ് സമീപന സംഘർഷം എന്ന് പറയുന്നത്. വ്യക്തിത്വ ഘടന 3 വ്യവസ്ഥകളാണ്: ഇദ്ദ, ഈഗോ, സൂപ്പർ ഈഗോ. മറവിയെക്കുറിച്ച് പഠനം നടത്തിയത് എബിംഗ്ഹോസ് ആണ്. എല്ലാ വൈജ്ഞാനിക പ്രക്രിയകളുടെയും അടിസ്ഥാന ബുദ്ധി, അഥവാ ഈ ബുദ്ധി ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഓർമ്മ എന്നുള്ളത്, വൈജ്ഞാനിക പ്രക്രിയകളുടെയും അടിസ്ഥാനം ഓർമ്മ അഥവാ ബുദ്ധി എന്നുള്ളതാണ്. അപ്പൊ ബുദ്ധി ഇല്ലെങ്കിൽ ഓർമ്മ, ഓർമ്മയില്ലെങ്കിൽ ബുദ്ധി, അതൊന്ന് ഓർത്തു വെച്ചോണേ. മസ്തിഷ്കോദ്ദീപനം എന്തുമായി ബന്ധപ്പെട്ട ആശയമാണ്? സർഗപരത അഥവാ ബ്രെയിൻ സ്റ്റോമിങ്ങുമായി ബന്ധപ്പെട്ട ബ്രെയിൻ സ്റ്റോമിങ് സർഗപരതയുമായി ബന്ധപ്പെട്ട ആശയമാണ്. ദെൻ പ്രതിഭാശാലികളായ കുട്ടികളെ കുറിച്ച് വിശദമായ പഠനം നടത്തിയത് ടെർമാൻ ആണ്. IQ 70 താഴെയുള്ളവരെ മാനസിക മാന്ദ്യമുള്ളവർ എന്നാണ് വിളിക്കുക. മാനസിക മാന്ദ്യമുള്ള കുട്ടികൾക്ക് ചേരിതിരിവ് തോന്നാത്ത വിധം അവരെ മറ്റു കുട്ടികൾക്കൊപ്പം ഇരുത്തി പഠിപ്പിക്കുന്ന രീതിയാണ് സങ്കലിത വിദ്യാഭ്യാസം എന്ന് പറയുന്നു. ആർദറുടെ പ്രകടനമാപിനി ഒരു ബുദ്ധിശോധകമാണ്. ഓക്കെ, അപ്പൊ ഒന്ന് പഠിച്ചു വെക്കുക. മറ്റൊരു ക്ലാസ്സുമായി ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.